അധ്യായം 2. ഓർമ്മകൾ. ചായക്കടയ്ക്കകത്ത് നിശബ്ദത പടർന്നിരുന്നു. റാന്തൽ വിളക്കിൻ്റെ വെളിച്ചം കാറ്റിനൊത്തുലഞ്ഞു. ജോയിയും മത്തായിയും യോനാച്ചനും മുഖത്തോട് മുഖം നോക്കി. പിള്ളേച്ചൻ ചായ ഗ്ലാസ് ടേബിളിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു തുടങ്ങി. ഇതൊക്കെ ഞാനുണ്ടാക്കിയ കഥയല്ലടാ പിള്ളേരെ, എൻ്റെ വല്യച്ഛൻ പറഞ്ഞു കേട്ടതാണ്. ആ വാക്കുകൾ ഇന്നും ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. പിള്ളേച്ചൻ്റെ ശബ്ദം പതുക്കെ മങ്ങിയ ഭീതിയുടെ നിറം പിടിച്ചു. ഗ്രാമത്തിൽ ഇലക്ട്രിസിറ്റി വന്നു തുടങ്ങുന്നേ ഉള്ളൂ. എന്തിന്? വിളക്ക് കത്തിക്കണമെങ്കിൽ പോലും വല്ലപ്പോഴും കിട്ടുന്ന മണ്ണെണ്ണ. അതും കിട്ടിയാൽ കിട്ടി, അതിനുപോലും ആവതില്ലാത്ത കാലം. സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ സർവത്ര ഇരുട്ട്. അങ്ങനെ ഒരു രാത്രി, കൂരിരുട്ട്, ഒന്നും കാണാനാകാത്ത തരത്തിലുള്ള ഇരുട്ട്. പിള്ളേച്ചൻ്റെ ശബ്ദം നിശ്ചലമായി. പെട്ടെന്ന് ഇരുട്ടിൽ നിന്ന് ഒരു വെളിച്ചം. പക്ഷെ അത് മനുഷ്യൻ്റെ കയ്യിൽ പിടിച്ച് വിളക്കല്ല, ഒരു തീഗോളം വായുവിൽ നീങ്ങുന്നതുപോലെ. ശ്വാസത്തിൻ്റെ കിതപ്പ്. ഭീതിയോടെ പിള്ളച്ചൻ പറഞ്ഞു. സൂക്ഷിച്ചു നോക്കിയാൽ ആ തീനാളത്തിന് പിന്നിൽ ഒരു വലിയ കറുത്ത രൂപം കാണാം. മാടൻ. കനൽ പോലെ ജ്വലിക്കുന്ന കണ്ണുകൾ. കാഴ്ചയിൽ തന്നെ രക്തമുറച്ചു പോകും. ഒരിക്കൽ അമ്മൂമ്മയും കണ്ടിട്ടുണ്ടത്രേ. കൈകൂപ്പി തൊഴുത് എന്നെ വെറുതെ വിടണേ മാടാ എന്ന് കരഞ്ഞപ്പോൾ സ്ത്രീയായ കൊണ്ട് അവൻ ഇരുളിലേക്ക് ഓടി മറഞ്ഞു. സ്ത്രീകളെ ഉപദ്രവിക്കില്ലത്രേ. ഒരു ദീർഘനിശ്വാസത്തോടെ പിള്ളച്ചൻ കഥ തുടർന്നു. കുട്ടികളായ ഞങ്ങളോട് വല്യച്ഛൻ പറഞ്ഞു തോർക്കുന്നു. രാത്രി വീട്ടുവാതിൽ കടന്ന് പുറത്തു പോകരുത് കുട്ടികളെ. മാടൻ കണ്ടാൽ ജീവൻ പോകും. അതുകൊണ്ടാണത്രേ ആളുകൾ സന്ധ്യയ്ക്ക് വീട്ടുവാതിൽക്കൽ വിളക്ക് വെച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നത്. യോനാച്ചൻ തലകുലുക്കിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ അപ്പൻ പറഞ്ഞു ഞാനും കേട്ടിട്ടുണ്ട്. ചങ്ങലയുടെ ശബ്ദത്തോടെ ഭൂമിയെ നടുക്കുന്ന കാലൊച്ച പ്രദേശമാകെ വിറകൊള്ളും. കാറ്റ് വീണ്ടും വാതിലിലൂടെ ആഞ്ഞടിച്ചു. റാന്തൽ വിളക്കുലഞ്ഞപ്പോൾ ആ പാദസ്വനം ചെവികളിൽ മുഴങ്ങി. നിഗൂഢമായ നിശബ്ദത. കഴുത്തിനു പിന്നിൽ നിന്നും ശ്വാസത്തിൻ്റെ ചൂട്. കുറേ നിമിഷങ്ങൾ എല്ലാവരും സ്തബ്ധരായി. ആ മൗനം തകർത്തത് ദിവാകരനായിരുന്നു. ചായ ഗ്ലാസ് കയ്യിലെടുത്തുകൊണ്ട് അവൻ ചോദിച്ചു. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇന്നും ഇതൊക്കെ പറഞ്ഞു നടക്കാൻ നിനക്കൊന്നും നാണമില്ലേ? കൊച്ചു പിള്ളേരെ പോലെ. വെട്ടവും വെളിച്ചവും ഇല്ലാതിരുന്നപ്പോൾ സ്വന്തം നിഴല് പോലും പ്രേതമായിട്ടണ്ട് പേടിച്ച് ഓരോരുത്തർ പറഞ്ഞ് സത്യമായി മാറിയ വെറും കെട്ടുകഥകൾ. മത്തായി അല്പം ആശങ്കയോടെ നോക്കി. അയ്യോ, അതിനെക്കുറിച്ച് ചുമ്മാ പോലും ഇങ്ങനെയൊന്നും പറയല്ലേ, അപകടമാകും ദിവാകര. പഴങ്കഥകളാണെങ്കിലും എന്തെങ്കിലും ഇല്ലാതെ ആളുകൾ പറയുമോ? എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട്. ജോയി കൂട്ടിച്ചേർത്തു. കുട്ടിക്കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, മാടനെ കാണാനായി പോയവർ മടങ്ങി വന്നിട്ടില്ല എന്ന്. എന്തിനാ വെറുതെ പരീക്ഷണങ്ങളൊക്കെ? പക്ഷേ ദിവാകരന്റെ മുഖത്ത് പേടിയൊന്നും ഉണ്ടായില്ല. അവൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞിരുന്നത് കൗതുകം മാത്രമായിരുന്നു. നിങ്ങൾ പറഞ്ഞതെല്ലാം കഥകളാണോ അതോ യാഥാർത്ഥ്യമാണോ എന്ന് ഞാൻ തെളിയിക്കും. ഇതൊക്കെ ഭയത്തിൽ നിന്ന് ഉത്ഭവിച്ച വെറും നാടോടി കഥകൾ. ഇനിയെങ്കിലും സത്യമാരെങ്കിലും കണ്ടെത്തിയില്ലെങ്കിൽ നമ്മുടെ വരും തലമുറയും അന്ധവിശ്വാസികളാകും. പിള്ളേച്ചൻ തലകുനിച്ച് ശബ്ദം കുറച്ചു പറഞ്ഞു. എന്തായാലും സൂക്ഷിച്ചോളൂ. കൊല്ലത്തുള്ള മാടന്റെ നടയിൽ പോകാൻ ധൈര്യം കാണിച്ചാൽ മാടൻ സ്വയം നിന്നെ കണ്ടെത്തും. അതാണ് പഴമൊഴി. യോനാച്ചൻ ഭയത്തോടുകൂടി തലപൊക്കി നോക്കി. ദിവാകര, കഥ കേട്ട് ചിരിച്ചു കളയാനാവില്ല. പണ്ടൊക്കെ സൂര്യൻ അസ്തമിച്ചാൽ കാറ്റും ഇരുട്ടും ഒന്നു ചേർന്നാൽ ആളുകൾ വിറച്ചു വീടുകളിൽ ഒതുങ്ങും. ചായക്കടയ്ക്കകത്ത് വെളിച്ചം പൊടുന്നനെ മങ്ങിപ്പോയതുപോലെ തോന്നി. ദിവാകരൻ മനസ്സിലുറച്ചു. ഇനി എന്തു സംഭവിച്ചാലും മാടനെക്കുറിച്ചുള്ള സത്യം കണ്ടെത്തണം.